അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ അള്ളാഹുവിനോട് നിരവധി ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവനവൻ്റെ ഭാര്യയോടും അവൻ്റെ കുടുംബത്തോടും മക്കളോടും ബാധ്യതയുണ്ട്. അപ്രകാരം ഒരു മുസ്ലിമിന് ലോകത്ത് അവൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാ ആളുകളോടും ബാധ്യതകളുണ്ട്. എല്ലാവർക്കും അവരവരുടെ ബാധ്യതകൾ മുഴുവൻ നിറവേറ്റി വകവെച്ച് കൊടുക്കുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാകുന്നു. ഈ ബാധ്യതയിൽ യാതൊരു വിധത്തിലുള്ള കുറവുകളും ഏറ്റക്കുറച്ചിലുകളും വരുത്താൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് 3 ആളുകൾ സമീപിക്കുകയുണ്ടായി. ഈ 3 ആളുകളും വന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഇല്ല. പ്രവാചക പത്നിമാരോട് സംസാരിച്ച ആളുകൾ പ്രവാചകൻ്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയും എന്നിട്ട് അവർ പരസ്പരം പറയുകയും ചെയ്തു, കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുള്ള പ്രവാചകൻ അത്രയൊക്കെ ചെയ്തിരുന്നാൽ മതി. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇനി മുതൽ ഉറങ്ങുകയില്ല, രാത്രി മുഴുവൻ ഞാൻ നിന്ന് നമസ്കരിക്കും എന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു വിധത്തിലും ഭക്ഷണം കഴിക്കുകയില്ല, എനിക്ക് നോമ്പ് മാത്രം, തുടർച്ചയായി ദിവസങ്ങളോളം ഞാൻ നോമ്പ് പിടിക്കും എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഇനി കുട്ടികളും മക്കളും ഭാര്യയും കുടുംബവുമായിട്ടല്ല, ഞാൻ എൻ്റെ അള്ളാഹുവുമായിട്ട് കൊണ്ട് സന്യാസ ജീവിതം അഥവാ സ്ത്രീബന്ധമില്ലാത്ത വിധത്തിലുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കാൻ പോകുന്നത് എന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞു. പറഞ്ഞവർ 3 പേരും പോയി. തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പറഞ്ഞ വർത്തമാനത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു. ഇത് കേട്ട് അതിശയിച്ച പ്രവാചകൻ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന വിധത്തിലൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടല്ലോ, എന്താണ് അതിൻ്റെ നിജസ്ഥിതി? അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ് പ്രവാചകരെ, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വ അത്ഖാകും ലഹു ലാകിന്നി അസൂമു വ അഫ്തറു. ഞാൻ പ്രവാചകൻ പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ അങ്ങനെയാണ് എങ്കിൽ നിങ്ങളെക്കാൾ ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്, സൂക്ഷ്മതയുള്ളവൻ ഞാനാണ്, പടച്ചവനെ പേടിയുള്ളവൻ ഞാനാണ്. ഞാൻ വിവാഹം ചെയ്യുന്നു, ഞാൻ കുടുംബബന്ധം പുലർത്തുന്നു, ഞാൻ നോമ്പ് പിടിക്കുന്നു, നോമ്പ് മുറിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, നമസ്കരിക്കുന്നു. ആരെങ്കിലും ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ ഈ ചര്യയിൽ നിന്ന് വ്യതിചലിച്ചു പോയി കഴിഞ്ഞാൽ അവന് എൻ്റെ ഈ ദീനിൽപ്പെട്ടവനല്ല. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യത, കുടുംബത്തോടുള്ള ബാധ്യത, അതേപോലെ തന്നെ സമൂഹത്തോടുള്ള ബാധ്യത, നമ്മുടെ സ്വന്തം നഫ്സിനോടുള്ള ബാധ്യത, എല്ലാ ബാധ്യതകളും ഒരേ വിധത്തിൽ ദുനിയാവും ദീനും കണക്കാക്കിക്കൊണ്ട് ജീവിക്കുന്നവനാണ് സത്യവിശ്വാസി എന്ന് പറയുന്നത്. അതിൽ അതിര് കവിയുന്നവൻ സത്യവിശ്വാസി അല്ല എന്നുകൂടി നാം അടിവരയിട്ട് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.